നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ 10-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ മലബാർ മേഖലയിൽ ഒരുപക്ഷെ കേരളത്തെ അപേക്ഷിച്ച് ഒരുപാട് ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. ഇവർക്ക് പെണ്ണ് കിട്ടാതെ വരികയും പെണ്ണ് കിട്ടാതെ വരുമ്പോൾ മൈസൂരും കൊടകലൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ അല്ലെ പെണ്ണ് കിട്ടാത്ത, അങ്ങനെ വേണം പറയാം, പെണ്ണ് കിട്ടാത്ത എന്ന് പറയും. അഥവാ പെണ്ണ് ഇപ്പം നമ്മളൊരു പെണ്ണന്വേഷിച്ച് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് ഗവൺമെന്റ് ജോലി ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് സ്വത്തുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാധാരണ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ പെൺകുട്ടി 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുണ്ടാവും. ഒരു 30 വയസ്സ് നമ്മൾ 6-7 വർഷം പറയും, ഒരു 40 വയസ്സ് കുറേ കൊല്ലം പറയും, 50 വയസ്സും പറയും. കല്യാണം കഴിക്കാത്ത ആൾക്കാർ പോലും വയസ്സിനെ മറച്ചു വെക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ വയസ്സൊരു വിഷയമേ അല്ല, അത് വെറും നമ്പർ മാത്രമാണ്. വയസ്സിനെ കുറിച്ച് നിങ്ങൾ എന്തിനു വേവലാതിപ്പെടണം, ആകുലപ്പെടണം? അതുകൂടി ഇതിൻ്റെ അകത്തൊരു മെസ്സേജ് ഞങ്ങൾ പറയുന്നുണ്ട്. ലവ് മാരേജ് എന്ന് പറയുന്ന ആളെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പുരുഷനെ അല്ലെ ഒരു പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് അവൻ എന്താണ് അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ കണ്ട് അവളെ കല്യാണം കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ പഠിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ അമ്മാവൻ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് നമ്മൾ അത് അവരോടുള്ള ബഹുമാനം, അച്ഛനോടുള്ള ബഹുമാനം അല്ലെ അമ്മാവനോടുള്ള ബഹുമാനമാണ്. ഈ പെൺകുട്ടിയെ ശരിക്കും അറിഞ്ഞുകൊണ്ട് വേണം ഒരു ലൈഫ് പാർട്ണർ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ എന്നുള്ള ആഗ്രഹിക്കാനാണ് ഞാൻ. മാപ്സ്റ്റിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയായിരുന്നു എന്ന മൂവിയുടെ ഡയറക്ടറായ പാപ്പൻ സാറാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ മൂവി ഡയറക്ട് ചെയ്തപ്പോഴത്തേക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തും, കാരണം ഇപ്പം ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കണം. അപ്പൊ ഈ ഒരു മൂവി ശരിക്കും നാട്ടുമ്പുറമാണ്. അപ്പം ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ 10-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളുടെ മലബാർ മേഖലയിൽ ഒരുപക്ഷെ കേരളത്തെ അപേക്ഷിച്ച് ഒരുപാട് ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. ഇവർക്ക് പെണ്ണ് കിട്ടാതെ വരികയും പെണ്ണ് കിട്ടാതെ വരുമ്പോൾ മൈസൂരും കൊടകലൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ ബ്രോക്കർമാർ എത്ര ലക്ഷം രൂപ, 5 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യും. ഈ പൈസ കൊടുത്താൽ മാത്രം പോരാ, പെണ്ണിന് പൈസ, പെണ്ണിൻ്റെ തന്തക്ക് പൈസ, അനിയത്തി ഉണ്ടെങ്കിൽ അവർക്ക് പൈസ, അനിയനോ ഏട്ടനോ ഉണ്ടെങ്കിൽ ജോലി അല്ലെങ്കിൽ അവർക്ക് പൈസ, ഇങ്ങനെയൊക്കെയുള്ളൊരു കച്ചവടം, ശരിക്ക് വിവാഹ കമ്പോളത്തിൽ നടക്കുന്ന കച്ചവടമാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം. അതുകൊണ്ട് തന്നെ സമകാലിക പ്രസക്തി ഏറെയുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ പക്ഷേ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ പോലും മലബാറിൽ ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം നടന്നുകൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ അല്ലെ പെണ്ണ് കിട്ടാത്ത, അങ്ങനെ വേണം പറയാം, പെണ്ണ് കിട്ടാത്ത എന്ന് പറയും. അഥവാ പെണ്ണ് ഇപ്പം നമ്മളൊരു പെണ്ണന്വേഷിച്ച് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് ഗവൺമെന്റ് ജോലി ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ടോ, അല്ലെങ്കിൽ പുള്ളിക്ക് സ്വത്തുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാധാരണ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ പെൺകുട്ടി 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുണ്ടാവും. അവർ ചോദിക്കും എന്താ ജോലി, എത്ര മാസം എന്ത് ശമ്പളം കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിന്, ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടാണ്, അങ്ങനെ വേണം പറയാം, ഒരു വിപത്ത് എന്നല്ല പറയേണ്ടത്, ആ വിപത്തിനെതിരായിട്ട് എന്ന് പറയാൻ പറ്റില്ല, ആ വിപത്ത് ഇങ്ങനെയുണ്ട് എന്നുള്ളത് പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഈ സിനിമയുടെ അല്ലെങ്കിൽ ആവശ്യകത, അല്ലെങ്കിൽ ഞങ്ങൾ അതാണ് ചിന്തിക്കുന്നത്. അത് നർമ്മത്തിൽ തമാശയിൽ കൂടിയാണ് പറയുന്നത്, അങ്ങനെ സീരിയസ് ആയിട്ട് കഥ പറയുന്നില്ല, തമാശയിൽ കൂടി പറയുകയും പിന്നെ സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. എന്തായാലും ഇങ്ങനെ നമുക്ക് പൊതുവേദിയിൽ പറയണ്ട, അതെന്തായാലും നിങ്ങളെപ്പോഴത്തെ ആൾക്കാർ കാണുക, ഈ സിനിമയെ വിലയിരുത്തുക, അങ്ങനെ വിശ്വാസമുണ്ട് നല്ല സിനിമയായിരിക്കും എന്നുള്ളതിൽ. അതുപോലെ എല്ലാവർക്കും വയസ്സ് പറയാൻ ഭയങ്കര മടിയാണ്. അത് നമുക്കറിയാം, എന്താണ് ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള അല്ലെങ്കിൽ കിട്ടാത്ത ആൾക്കാരെ പൊതുവെ ഇത് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതൊരു കോമഡി രീതിയിൽ ഒരു സിനിമയായി അത് പ്രേക്ഷകരെ ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ അത് റിവ്യൂലേക്ക് മാറുമ്പം കുറെ ഇമ്പാക്ട് കുറഞ്ഞുള്ള റിവ്യൂ വരുന്നുണ്ട്. ഇപ്പം നമ്മള് ഉദാഹരണത്തിനാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ റിവ്യൂ ചെല്ലുമ്പോഴത്തേക്ക് കുറെ ആൾക്കാര് ഈ സിനിമയ്ക്കെതിരെ റിവ്യൂ പറയുന്നുണ്ട്, ശരിയല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഒരു റിവ്യൂ പറഞ്ഞ ഒരു മൂവിയിലെ ഇമ്പാക്ട് ഭയങ്കരമായിട്ടും കുറഞ്ഞു വരുമ്പോൾ അത് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ പ്രശ്നമാണ്. ഇപ്പം അല്ലാതെ തന്നെ എടുത്താൽ ഒരു 30 വയസ്സ് നമ്മൾ 6-7 വർഷം പറയും,
ഒരു 40 വയസ്സ് കുറെ കൊല്ലം പറയും, 50 വയസ്സും പറയും. കല്യാണം കഴിക്കാത്ത ആൾക്കാർ പോലും വയസ്സിനെ മറച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്ന വെച്ചാൽ വയസ്സൊരു വിഷയമേ അല്ല, അത് വെറും നമ്പർ മാത്രമാണ്. വയസ്സിനെ കുറിച്ച് നിങ്ങൾ എന്തിനു വേവലാതിപ്പെടണം, ആകുലപ്പെടണം? അതുകൂടി ഇതിൻ്റെ അകത്തൊരു മെസ്സേജ് ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരു കാര്യം പറയട്ടെ, എല്ലാ ആൾക്കാരും സിനിമ നല്ല സിനിമ എന്ന രീതിയിലാണ് കാണുന്നത്. മോശം സിനിമ ആരും നിർമ്മിക്കുന്നില്ല, ഡയറക്റ്റ് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞു തരട്ടെ, പ്രേക്ഷകൻ എന്നൊരു ആളുണ്ട്, അതിലൊരു വിഭാഗമുണ്ട്. ഈ പ്രേക്ഷകനാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത്. റിവ്യൂകൾ ഓരോരുത്തർ എഴുതുന്നത് അവരുടേതായ മാനസിക അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് അത് നമുക്ക് 100% അതിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നന്നായി വരും, നല്ല റിവ്യൂ വരും. ഇത് പടം കണ്ടു കഴിയുമ്പോഴേ പറയുള്ളൂ. ഈ പടത്തിന്റെ അന്തസത്ത അല്ലെങ്കിൽ ഇതിന്റെ ഉൾക്കാമ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് കാണുമ്പോൾ അവരെഴുതുന്ന റിവ്യൂ ആയിരിക്കും യഥാർത്ഥ റിവ്യൂ. സാറ് പറഞ്ഞ പോലെ നമ്പറാണ് ശരിക്കും വിവാഹം. നമ്പറാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന്റെ വിവാഹം എത്ര വയസ്സിലായിരുന്നു? ഞാനൊക്കെ നേരത്തെ കഴിച്ചു. ഞാനൊരു 27 വയസ്സൊക്കെ കല്യാണം കഴിച്ചു. അതെ, ആ ഒരു കാലഘട്ടം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്ന കാലഘട്ടമാണ് പ്രശ്നം. ഇപ്പൊ വരുന്ന കാലഘട്ടത്തിൽ അതൊരു വിഷയമുണ്ട്. അപ്പം ഈ 30 എത്രയായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നതായിട്ട്? ഉണ്ട്. എനിക്ക് എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ എപ്പോ കഴിച്ചു. അപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ, അതുപോലത്തെ ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അന്ന് 10 25 വർഷം മുമ്പ് ഇതൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതൊരു വിഷയമായി മാറിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും എടുക്കാനൊക്കെ ഒരു പ്രേരണ ഉണ്ടായത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ്. ശരിക്കും ഒരു മൂവി കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് ഭയങ്കര വ്യത്യാസം വരും, ചില മാറ്റങ്ങൾ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഇത് മൂവി ഇറങ്ങുമ്പോൾ തന്നെ ഷുവർ ആയിട്ടും കുറെ ആൾക്കാർ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ എന്തായാലും മൂവിയിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പം അറേഞ്ച് മാരേജിലാണ് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ലവ് മാരേജിൽ ഇങ്ങനെ വരുന്നില്ല. അപ്പം അതിന്റെ കാര്യം എന്താണ്? അതെ, ലവ് മാരേജ് എന്ന് പറയുന്ന ആളാ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പുരുഷന അല്ലെ ഒരു പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് അവൻ എന്താണ് അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ കണ്ട് അവളെ കല്യാണം കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ പഠിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ അമ്മാവൻ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ അത് അവരോടുള്ള ബഹുമാനം, അച്ഛനോടുള്ള ബഹുമാനം അല്ലെ അമ്മാവനോടുള്ള ബഹുമാനമാണ്. ഈ പെൺകുട്ടിയെ ശരിക്കും അറിഞ്ഞുകൊണ്ട് വേണം ഒരു ലൈഫ് പാർട്ണർ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ എന്നുള്ള ആഗ്രഹിക്കാനാണ് ഞാൻ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നതും ഒരു 1 2 ദിവസം മീറ്റിങ്ങിൽ കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കുറെ കാലം, മിനിമം ഒരു 5 6 7 മാസമെങ്കിലും ഇവരുമായിട്ടൊരു ഇന്ററാക്ഷൻ, ഒരു സംവാദത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു സംവിധായകൻ എന്ന നിലയിൽ സാറിന് ഈ ഒരു പടം ചിത്രീകരിച്ചെടുക്കാൻ പറ്റുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്? കാസ്റ്റിംഗ് അല്ല, ഓൾമോസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിന് പറ്റിയ ആൾക്കാരെ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ പ്രശാന്ത് മുരളിയാണ് അഭിനയിച്ചത് നായകനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് പടങ്ങൾ പുള്ളി അഭിനയിച്ചില്ല, 5 6 പടങ്ങളുടെ പുള്ളി അഭിനയിച്ചുള്ളൂ. പക്ഷെ പുള്ളിയുടെ എന്താ പറയുക, ഒരു മാനറിസങ്ങൾ ഈ കഥാപാത്രം ചേരും നമുക്ക് തോന്നുകയും അതുകൊണ്ട് പുള്ളിയെ തന്നെ ഞങ്ങൾ പോയി സമീപിച്ചാണ് ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നാട്ടും പുറത്താണ് വടകര ഭാഗത്തെ പടം ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ നാട്ടിലെ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വീട്ടിലില്ല അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ഒരാളെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഓൾമോസ്റ്റ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല. അതുകൊണ്ട് നമുക്ക് പറ്റിയ രീതിയിലുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും അവരെ അഭിനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഈ മൂവി വടകരയിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ചേട്ടൻ, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ റെസ്പോൺസ്? ഈസി ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ? തീർച്ചയായും ഈസി ആയിരുന്നു. എല്ലാവരും സഹകരിച്ചു. നാട്ടുകാരും എന്താ പറയാ, ആ പ്രദേശം ഒരു കോളനി ആയിരുന്നു. ആ കോളനിയിലെ ആൾക്കാർ മുഴുവൻ നന്നായിട്ട് സഹകരിച്ചു. ഒരു വീട് പോലെ. അവരിപ്പോഴും പറയും കാണുമ്പോഴൊക്കെ, അയ്യോ ഒരു മാസക്കാലം നമുക്ക് ജോലിയായിരുന്നു, എപ്പോഴും ലൈറ്റും ആളും കോളും അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവർക്കൊരു നമ്മുടെ ഇഷ്ടം തോന്നി. ഒരു സാധാരണ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷൂട്ടിംഗ് പാർട്ടി ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും, അവിടെ കയറി അത് ചെയ്തു ഇവിടെ കയറി, അതൊന്നും ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ല. വടകരയിലെ ആൾക്കാർ അത്രയും നല്ല ആൾക്കാരാണല്ലേ എന്നാണ് അതൊരു ചോദ്യമാണ്. അതെ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഓരോരുത്തർക്ക് നാട് നല്ല നാടായിരിക്കുമല്ലോ. അതെ, വിശ്വാസമല്ല. അപ്പൊ അത് എല്ലാ നാട്ടിലും നമ്മൾ എവിടെ ചെന്നാലും ആ നാടും നാട്ടുകാരും നമുക്കെന്നും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. നമ്മളൊരു നാടിനെ അത്രയും ഒരു കെയർ ചെയ്ത് ആൾക്കാരെ അത് നമ്മളെ തിരിച്ച് അതേപോലെ നന്നായിട്ട് റെസ്പോൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. അപ്പം അതേ ഒരു സഹകരണം അവർക്ക് കിട്ടിയതുകൊണ്ടാണ് അവരങ്ങനെ നിന്നത്. അപ്പം ഈ ഒരു മൂവിയിലേക്ക് ശിവചേട്ടന്റെ അച്ഛമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് അഭിനയിക്കുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഈ അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയല്ല,
എൻ്റെ പ്രൊഡ്യൂസറുടെ ഷിജുവിൻ്റെ ചെറുക്കഥാകൃത്തുമായ ഷിജുവിൻ്റെ അച്ഛൻ്റെ അമ്മയാണ് അവർ. ഈ പ്രായത്തിലും ഏകദേശം 100 വയസ്സ് എടുക്കുകയാണ് അവർ. ഈ പ്രായത്തിലും വളരെ സ്ഫുടമായിട്ടും കൃത്യമായിട്ടും ഡയലോഗ് ഓർമ്മിക്കുകയും വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഞാൻ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പടത്തിലൊക്കെ ആറന്മുള പൊന്നമ്മ ചേച്ചി, കവിയൂർ പൊന്നമ്മ ചേച്ചി, KP ഇവരെ കൂടെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷെ അവർക്ക് പോലും ചിലപ്പോൾ ഡയലോഗ് തെറ്റാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ അമ്മച്ചി അല്ലെങ്കിൽ ഈ അമ്മുമ്മ ഒരിക്കലും രണ്ടാമത് ഡയലോഗ് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അവരെ വളരെ വളരെ ഈസി ആയിട്ട്, വളരെ കോമൺ ആയിട്ട് വൃത്തിയിൽ പറയുകയും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയൊരു അനുഭവമാണ്. ഇപ്പൊ ഈ മൂവിയിലെ നടനായിട്ടുള്ള പ്രശാന്ത് ചേട്ടൻ ആളൊരു സപ്പോർട്ടിങ് ക്യാരക്ടറിൽ നിന്ന് നേരെ ഒരു നടനിലേക്ക് വന്നതാണ്. അപ്പം ഇത് സാറ് പറഞ്ഞ പോലെ ആളുടെ അടുത്ത് ചെന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ചെയ്യണം, ആളുടെ ഫേസ് നമ്മുടെ മനസ്സിൽ വന്നിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ പോയത്. അപ്പൊ അതായത് അവരെ കാണുമ്പോൾ തന്നെ, അല്ല അവരുമായി സംസാരിക്കുമ്പോൾ തന്നെ പുള്ളി ഇത് ചെയ്യാൻ വളരെ ആപ്റ്റാണെന്നും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഇതെങ്ങനെ ചെയ്യണം ഇതിനു വേണ്ടി പുള്ളി എനിക്ക് തോന്നുന്നു 1-2 മാസം മുമ്പേ എന്നെ മാനസികമായിട്ട് തയ്യാറെടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാ സീനുകളും വളരെ കൃത്യമായിട്ട്, അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് എങ്കിൽ കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. മറ്റു ആർട്ടിസ്റ്റുകളും എല്ലാവരും ഇതിൽ അഭിനയിച്ച ഓൾമോസ്റ്റ് എല്ലാവരും ആ രീതി തന്നെയാണുള്ളത്. എല്ലാവർക്കും പിന്നെ ഇതൊരു ഷൂട്ടിംഗ് ആണെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളൊരു പ്രയാസങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഒരു വീട് പോലെ എല്ലാവരും നമ്മൾ കാണുന്നവർ, ഡയറക്ടർ ആവട്ടെ, ക്യാമറമാൻ ആവട്ടെ, എല്ലാവരും കോസ്റ്റ്യൂമർ, എല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ. അപ്പോൾ പിന്നെ അവിടെ ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് ഒരു വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ, ടെൻഷൻ ഇല്ലാത്ത ഒരു എന്താ പറയാ, വളരെ അടുപ്പമുള്ള ഒരു സെറ്റായിരുന്നു എല്ലാവർക്കും. അതെ. അവര് മലബാറിനെ ശരിക്കും പറഞ്ഞാല് മലബാറിന്റെ സ്ലേങ്ങും മാനറിസങ്ങളൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇവർ. അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്കും ഇതൊരു നല്ലൊരു എന്താ പറയാ, അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വേഷമായിരിക്കും എന്നാണ് ശരിക്കും എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയാണ് സാർ. ശരിക്കും ഈ ഒരു പടം നല്ല വിജയത്തിലേക്ക് എത്തും. കാരണം പല എന്താ പറയുക സപ്പോർട്ടിങ് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഒരു നടനിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ചെറിയ കഥാപാത്രത്തിൽ നിന്നും വലിയ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മൂവി ജനങ്ങളിലേക്ക് നല്ലൊരു എന്താ പറയുക ഇമ്പാക്ട് കൊടുക്കും എന്നുള്ള കാര്യത്തില് സംശയമില്ല നമുക്ക്. അപ്പോ ഈ ഒരു വിജയം എങ്ങനെ ശരിക്കും വിജയത്തിലേക്ക് എത്തും എന്നുള്ളൊരു എന്നാണ്. തീർച്ചയായിട്ടും ഇത് ഒരു 100% വിജയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ആരും ചീത്ത സിനിമ എടുക്കുന്നില്ല, എല്ലാ സിനിമയും വിജയിക്കും എന്നുള്ള മാനസികാവസ്ഥ എന്നാണ് സിനിമ ഉണ്ടാകുന്നത്. അതേ സമയത്ത് ഞങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ് ഈ സിനിമ വിജയിക്കും. അത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മൊത്തത്തിൽ പറയുന്നില്ല, ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, ഈ കഥയിലാവട്ടെ, കഥാപാത്രമാവട്ടെ, ഇതിൻ്റെ മ്യൂസിക്, പാട്ടുകൾ, ക്യാമറ എല്ലാം ഒരു മാനസികമായിട്ട് എനിക്ക് വളരെ തൃപ്തി തരുന്നൊരു സിനിമയായിരിക്കും വയസ്സെത്രയായി 30 എന്ന് പറയുന്ന സിനിമ. ശരിക്കൊരു ഭാഗ്യമാണ് എല്ലാവരും അതാണ് വേണ്ടത്. അതെ. ഇതില് ശ്വാസം പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വലിയവൻ അങ്ങനെ ആരും ഇല്ലല്ലോ. എല്ലാവരും ഒരുപോലെ. അവിടെ എല്ലാവർക്കും അതിൻ്റെ സ്ഥാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചിലര്, ഞാൻ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നു, സ്വന്തമായിട്ട് 5-6 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഇപ്പൊ ഈ ചെറുപ്പക്കാരെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴല്ലോ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുകയാണ്. നമുക്ക് പറഞ്ഞ പോലെ അവർ ചെറുപ്പക്കാരെ കൂടെ ഇരിക്കും, ഞാനും ചെറുപ്പാവുന്ന പുള്ളി അതൊക്കെ ഉണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവരെ എനിക്കറിയാവുന്ന പല കാര്യം അവർക്കറിയാം, അവർക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കും അറിയാം. ശരിക്കും ഇതൊരു ഉർവശി മാമിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള പടം പോലെ നമ്മുടെ നാട്ടുമ്പുറത്തെ ഒരു പടം ആയിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ശരിക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞാൻ ഉർവശിന്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം സിനിമ അദ്ദേഹം ചെയ്യുന്നത്. ആ സിനിമയിൽ ഉർവശി ആയിരുന്നു നായിക. അവരിതുപോലെയാണ് 24 മണിക്കൂറും സ്ക്രിപ്റ്റ് വായിക്കുകയും അതെങ്ങനെ ചെയ്യണം, മനസ്സിലൊരു താളം അല്ലെങ്കിൽ ഒരു ഋതം കൊണ്ടുവന്നിട്ട് അതേപോലെ അഭിനയിച്ച് വലിപ്പിക്കുന്ന ഒരാളാണ് ഉർവശി. അത് ജന്മസിദ്ധമായി കിട്ടിയ ഒരു കഴിവായിരിക്കും. അല്ലാണ്ട് അവർക്ക് അങ്ങനെ ഒരു ആക്ടിങ് ആയിട്ട് അല്ലെങ്കിൽ നാടകത്തിലോ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും പോയി പഠിച്ച ആളല്ല ഉർവശി. അപ്പോൾ അവർക്ക് അതിൽ എന്തോ ഒരു ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന എന്തോ ഒരു കഴിവായിരിക്കാം ഒരു. പക്ഷേ അഭിനയം എന്ന് പറയുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അതോടെ എക്സ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. നല്ല കഥാപാത്രങ്ങൾ കിട്ടണം, അതേപോലെ നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, നല്ല ഡയറക്ടർ. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ പല ഘടകങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. അതിൽ ഡയറക്ടർ നന്നായതുകൊണ്ടോ, ക്യാമറ മാത്രം നന്നായതുകൊണ്ടോ, മ്യൂസിക് മാത്രം വന്നതുകൊണ്ടോ സിനിമ വിജയിക്കില്ല. എല്ലാ അംശങ്ങളും ഒത്തുചേരുമ്പോൾ ഒരു നല്ല സിനിമ ഉണ്ട്. അത് ഒരു ഡയറക്ടർ സിനിമ എന്നൊക്കെ പറയാൻ അല്ല, ഇതൊരു കൊമേഴ്സ്യൽ എല്ലാവരുടെ സിനിമയാണ്. ഈ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിലെല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ സിനിമയാണ്, എൻ്റെ സിനിമ മാത്രം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാവരും ഇതിൽ അധ്വാനിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഇത് ഒരാളെ സിനിമ എന്ന് പറയണമെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള അവാർഡ് പടമൊക്കെ എടുക്കുന്ന ഡയറക്ടേഴ്സ് പറയാം എൻ്റെ സിനിമ. ഞാൻ അങ്ങനെ പറയുന്നില്ല. 2 തരത്തിലുള്ള സിനിമ ചെയ്യുക. ഒന്ന് ഡയറക്ടറെ മാനസികാവസ്ഥയ്ക്ക് കൂടെ സിനിമ ചെയ്യാൻ പറ്റും, മറ്റൊന്ന് പ്രേക്ഷകൻ.
പ്രേക്ഷകരിൽ കൂടിയാണ് നമ്മൾ ഈ സിനിമ സഞ്ചരിക്കുന്നത്. പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന ചേരുവകൾ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഈ സിനിമ ഞാൻ എടുക്കുന്നു, നിങ്ങൾ കണ്ടോളൂ, വേണമെങ്കിൽ കണ്ടോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ പ്രേക്ഷകനെ മനസ്സിൽ കാണണം. ഒരു സിനിമ വിജയിപ്പിക്കാൻ 3 തരം സപ്പോർട്ട് വേണം. ഒന്ന് പ്രേക്ഷകൻ, രണ്ടാമത് മീഡിയ, മൂന്നാമത് തിയേറ്റർ. ഈ 3 ഘടകങ്ങളും വരുമ്പോഴേ ഒരു സിനിമ ഹിറ്റാവും. എത്രയോ നല്ല സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. മീഡിയ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ പ്രേക്ഷകൻ ഇഷ്ടപ്പെടില്ല. ഈ 3 പ്രേക്ഷകനും മീഡിയയും തിയേറ്റർ ഓണേഴ്സും സഹകരിച്ചാൽ മാത്രമേ ഈ കാലത്ത് ഒരു സിനിമ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അതുകൂടി നമ്മൾ മുമ്പ് കാണുന്നുണ്ട്. പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു മൂവിയായിട്ട് മാറും അല്ലേ ഇത്? അപ്പൊ അങ്ങനെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു സർ. താങ്ക് യു. ബൈ. താങ്ക് യു സർ.